ഓടിച്ചു നോക്കുക. ഓക്കെ, ഇതില് പെർഫോമൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചിവിടെ വരിക. നിങ്ങൾ തന്ന പൈസ വാങ്ങിച്ചിങ്ങോട്ട് തിരിച്ചു നോക്കുക. ഇവിടെ 6 ലക്ഷം കിലോമീറ്റർ വരെ ഓടിയ വണ്ടി ഇവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു വാഹനം ഉണ്ടോ എങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ടും ഉപകാരപ്പെടും. നമ്മുടെ വണ്ടിയുടെ മൈലേജും പെർഫോമൻസ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് കൊല്ലം ജില്ലയിൽ കുന്നിക്കൊള്ള എക്സ്ട്രാ മൈൽ ഡീകാർബണൈസിംഗ് എന്നൊരു ഷോപ്പിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വാഹനങ്ങളുടെ എഞ്ചിൻ ഇളക്കാതെ മെഷീന്റെ സഹായത്തോടു കൂടി വാഹനത്തിനുള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കരി പുറത്തെടുത്ത് കളയുന്ന പരിപാടിയാണ്. ഓരോ വാഹനങ്ങൾക്കും അതിന്റെ മോഡൽ, എഞ്ചിൻ CC, കാലപ്പഴക്കം അങ്ങനെയൊക്കെ നോക്കി സമയമെടുത്തിട്ടാണ് ഈ മെഷീൻ ഉപയോഗിച്ച് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത് എങ്ങനെ ചെയ്യുന്നത്, എത്ര സമയം നമ്മുടെ വണ്ടിക്ക് വേണമെന്നൊക്കെ ചോദിച്ചു നോക്കാം. ഒരു 30 മിനിറ്റ് മതിയാവും. ആ ടൈമിങ് ഇതിനകത്ത് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിൽ വരും. നമ്മള് ഇതിനകത്ത് ഹൈഡ്രജനും ഓക്സിജനും മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇതുകൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നും നിങ്ങൾക്ക് വണ്ടിക്ക് ഉണ്ടാവത്തില്ല, പ്രയോജനമല്ലാതെ. മറ്റ് ഡാമേജുകളോ എവിടെ അഴിക്കേണ്ടതെന്നൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ വണ്ടി 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബിലോവ് 1,125 കൊടുക്കാം. ഇവിടെ 6 ലക്ഷം കിലോമീറ്റർ വരെ ഓടിയ വണ്ടി ഇവിടെ ചെയ്തിട്ടുണ്ട്. പുനലൂര് ഓടുന്ന അഞ്ചൽ പുനലൂർ റൂട്ട് ഓടുന്ന ശ്രീരാഗം ഇവിടെ ചെയ്തിട്ടുണ്ട്. 1:25 ചെയ്യാണ്. അപ്പൊ സമയം വന്നു കഴിഞ്ഞു. 30 മിനിറ്റ് ആണ്. ഇവിടെ 30 മിനിറ്റ് വേണം. 6 ഫ്ലഷിങ് വേണം, ഓട്ടോ സെൻസ്. ഇനി നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ നമ്മുടെ വണ്ടിയുടെ ഡീകാർബണൈസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് എത്ര നേരം ചെയ്യുന്നു അത്രയും നേരം നമ്മുടെ വാഹനവും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആയിരിക്കണം. അതിനകത്ത് എന്തൊക്കെയോ സംഭവങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബൈക്ക് മുതൽ JCB വരെയുള്ള ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ ഡീകാർബണൈസിങ് അവർ ചെയ്തു തരുന്നതാണ്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എയർ ഫിൽട്ടർ ഇളക്കി അത് കഴിഞ്ഞതിന് ശേഷം എയർ ഇൻടേക്കിന്റെ ആ ഒരു ട്യൂബ് ഇളക്കിയിട്ട് അതിൽ കൂടി മാത്രമാണ് വിട്ടുകൊടുക്കുന്നത്. ഹൈഡ്രജനും ഓക്സിജനും ഗ്യാസാണ്. ഈ ഗ്യാസ് ഉള്ളിൽ ചെന്നിട്ടാണ് അതിന്റെ ക്ലീനിങ് പ്രോസസ്സിങ് നടക്കുന്നത്. എത്രമാത്രം ഇത് ചെയ്യാൻ പറ്റുമോ അത് മെഷീൻ അറിയാം. സെൻസ് ചെയ്ത് അത് വണ്ടിയുടെ എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഫയർ ഉണ്ടാകുന്നത്. അപ്പൊ ആ ഫയറിലൂടെ ഹൈഡ്രജൻ ഗ്യാസൂടെ അങ്ങോട്ട് ചെല്ലും, ഒന്നുകൂടെ നിലനിർത്തും. അപ്പൊ എത്രത്തോളം നിലനിർത്തണം, എത്ര മിനിറ്റ് അത് പറ്റുമെന്നുള്ള കാര്യം മെഷീൻ അറിയാം. അപ്പൊ ആ ഒരു ടൈമാണ് ഇതിൽ വരുന്നത്. മൈലേജ് മാത്രമല്ല, ഇതിന്റെ ടോട്ടലി ഒരു പെർഫോമൻസ് ആണ്. ഇപ്പൊ നമ്മൾ വണ്ടി ഒരെണ്ണം എടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിൽ അതിന്റെ ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ അതേപോലെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എഞ്ചിനകത്ത് നമുക്ക് ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെയും എഞ്ചിൻ ഡൗൺ ചെയ്യാതെ അതൊന്ന് കാർബൺ ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ആവശ്യം എന്ന് പറയുന്ന ഒരു വണ്ടി ഓടി ഒരു 10-40,000 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് 30,000 കിലോമീറ്റർ ഒക്കെ ആവുമ്പോഴത്തേക്ക് കാർബൺ ഡിപ്പോസിറ്റ് ഉണ്ടാകും. അത് ഓട്ടോമാറ്റിക്കലി നോർമലി ഉണ്ടാകും. പക്ഷെ നമ്മൾ ഇത് 2 ലക്ഷം 1.5 ലക്ഷം കിലോമീറ്റർ കഴിയുമ്പോൾ അതിന്റെ എഞ്ചിൻ കൊണ്ടുപോയി അഴിച്ച് പണിയുന്ന അവസ്ഥയിലേക്ക് മാറുമ്പോൾ ചെയ്യാണ്. അപ്പൊ ഇപ്പൊ ഈ ഒരു പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്, നിങ്ങൾ ഓയിൽ എന്തിനു ചെയ്യുന്നു? ലൂബ്രിക്കേഷന് വേണ്ടിയാണ്. അതിന്റെ പിസ്റ്റൺ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അതിന്റെ പ്രവർത്തനം നടക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഓയിൽ കുറഞ്ഞ് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പിസ്റ്റൺ പിടിക്കും. അപ്പൊ ഈ പിസ്റ്റൺ അതേപോലെ തന്നെയാണ് ഈ കാർബൺ ഡിപ്പോസിറ്റ് അങ്ങോട്ട് ചെല്ലുമ്പോ ഈ എയർ ഇൻടേക്കിനെ അത് ബ്ലോക്ക് ചെയ്യും. എയർ ഇൻടേക്കിനെ ബ്ലോക്ക് ചെയ്യും, അതിന്റെ കംപ്രസിംഗ് ബ്ലോക്ക് ചെയ്യും. അതെല്ലാം കംപ്രസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാൾവ് കാര്യങ്ങൾ ഇവിടെ എല്ലാം ബ്ലോക്ക് ആകുമ്പോഴാണ് നമുക്ക് ഈ വണ്ടിക്ക് വലിവ് കുറവും മൈലേജ് പ്രശ്നം വരും. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു മിക്സിങ്. അതേപോലെ തന്നെ മറ്റൊരു വണ്ടിയെ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ പകുതി ആകുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി ഡൗൺ ആവും. മനസ്സിലായി. പിന്നെ അങ്ങനെയൊക്കെയുള്ള ഓരോ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി, ചേഞ്ച് ആവാൻ വേണ്ടി, പിന്നെ എഞ്ചിന് കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ വീണ്ടും നമ്മൾ ഇത് ചെയ്ത് കൊടുക്കും. ഓടിച്ചു നോക്കുക. ഇതില് പെർഫോമൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചിവിടെ വരിക. നിങ്ങൾ തന്ന പൈസ വാങ്ങിച്ചിങ്ങോട്ട് തിരിച്ചു നോക്കുക. അത്രേ ഉള്ളൂ. നിങ്ങൾ ആര് വന്നെന്ന് പറഞ്ഞാലും ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് അന്നേരം തന്നെ, സമയമൊന്നും എടുക്കണ്ട, ആ ഓൺ ദി സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓടിക്കാനുള്ള അവസരം തരും. ഓടിക്കുമ്പോൾ ആ ഒരു പെർഫോമൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ ആ പൈസ അപ്പൊ തന്നെ തിരിച്ചു തരും. അപ്പൊ തന്നെ ഗ്യാരണ്ടിയാണ്. ടെസ്റ്റ് ഓടിക്കേ ഇവിടെ പറ്റത്തുള്ളൂ. പൈസ വാങ്ങിക്കും, പൈസ വാങ്ങിച്ച് ടെസ്റ്റ് ഓടാൻ പോകും. ടെസ്റ്റ് ഓടി ഇവിടെ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടില്ല, നിങ്ങളുടെ വണ്ടിക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ റിട്ടേൺ തരും. അപ്പൊ നമുക്ക് ഇതൊന്ന് ട്രയൽ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ജസ്റ്റ് അങ്ങോട്ടൊന്ന് ഓടിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം സ്പോട്ടിൽ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ആദ്യം ആ ചേട്ടൻ പറഞ്ഞ പോലെ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ പെർഫോമൻസിൽ വ്യത്യാസം ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പൈസ തിരിച്ചു തരും എന്ന് പറയുന്നത് ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ്. നമ്മുടെ കാറിന്റെ നോയ്സ് ഒരുപാട് മാറിക്കിട്ടി.
എന്നിട്ട് നമ്മൾ നേരെ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ട് അട്ടപ്പാടി വരെയാണ് ഡ്രൈവ് ചെയ്ത് നോക്കി. ഉപയോഗിച്ച് നോക്കാതെ എങ്ങനെയാണ് നിങ്ങളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്? കാരണം അത്രയും ദൂരം ഓടിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടോന്ന്. പക്ഷെ വണ്ടി ഭയങ്കരമായിട്ട് സ്മൂത്ത് ആവുകയും ചെയ്തു. നമുക്ക് മൈലേജിൽ അത്യാവശ്യം ചെറിയൊരു വ്യത്യാസം വന്നു തുടങ്ങി. അതായത് നിലവിൽ നമ്മുടെ മൈലേജ് കുറഞ്ഞുകൊണ്ടിരിക്കും ഒത്തിരി നാൾ ഓടുമ്പോൾ. ഇപ്പം നമുക്ക് ആ ഒരു പഴയ മൈലേജ് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നേരെ കുന്നിക്കോളോട്ട് ചെന്നാൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ബൈ.